നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പെരുന്നാൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചെറുപെരുന്നാളിൻ്റെ ആശംസകൾ, ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ, ഈദ് മുബാറക്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കൊച്ചുമേട്ടയുടെ ആദ്യത്തെ ചെറുപെരുന്നാളാണ്. അതുപോലെ തന്നെ കൊച്ചുമേട്ടയുടെ ആദ്യത്തെ ഉത്സവമാണ്. നമ്മുടെ പരിപാടിയിലെ ഏറ്റവും വിശിഷ്ടമായ അതിഥി, മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അകാലത്തിൽ മരണപ്പെട്ടു പോയതും അബൂബക്കർ എന്ന മഹാനടൻ്റെ മകനും കേരളത്തിൽ അറിയപ്പെടുന്ന മിമിക്രി താരവും സിനിമാ നടനുമായ കലാഭവൻ നവാസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ് നമ്മൾ ഇന്നത്തെ അതിഥി. നമുക്ക് കലാഭവൻ നവാസിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഭാര്യ രഹനയുടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, മക്കളുടെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നവാസിൻ്റെ വീട്ടിൽ വെച്ച് കാണാം. നമസ്കാരം. നമസ്കാരം. വലിയ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നമുക്ക് നോമ്പിനെ കുറിച്ച് തന്നെ പറയാം. നോമ്പിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടല്ലോ. കാരണം നമസ്കാര അനുഭവത്തിലെ നോമ്പ് എങ്ങനെയാണ് കഴിഞ്ഞ? എന്റെ അനുഭവത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഓർമ്മ വെച്ച നാൾ മുതൽ, നമ്മൾ നോമ്പ് എടുക്കാൻ തുടങ്ങിയ സമയം മുതൽ പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പുറത്തിറങ്ങാത് പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ നോമ്പിന് നമ്മുടെ ഓരോ സമയം കഴിയുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അതില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ഒരു ഫീൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ 12 മാസം അല്ലെ, ഒരു വർഷത്തിൽ 12 മാസം 30 ദിവസമാണ് ഈശ്വരൻ ചോദിക്കുന്നത് അല്ലെ. ആ 30 ദിവസം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആഹാരം മാറ്റിവെക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമല്ല പറയുന്നത്. നമ്മളെ തന്നെ സ്വയം ഒന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. ഉറപ്പായിട്ടും നമ്മുടെ വളരെ ബിസി ആയിട്ടുള്ള ലൈഫാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ ദിവസവും നമുക്ക് ഓരോ പ്ലാനിങ്ങാണ്, പലതും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല, പല കമ്മിറ്റ്മെന്റിൽ നമ്മൾ എത്താൻ പറ്റുന്നില്ല, പലതും ബാക്കിയാവുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ നിലയ്ക്ക് പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി നിലയ്ക്കൊക്കെ നമ്മൾ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ ഭൗതികമായിട്ടാണ് ആത്മീയമായിട്ടൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് സ്വയം എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണത്. നമ്മൾ മറ്റുള്ള പല തമാശകളിൽ നിന്ന്, തമാശ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ ആ തമാശയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിസ്സാരം ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഒരു മാറ്റം വെച്ചിട്ട് മൊബൈൽ ഫോൺ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്സപ്പ്, അത് കഴിഞ്ഞ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പല കാര്യങ്ങളും പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്തൊക്കെ ഒരുപാട് ഷോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് കൊടുക്കണം, ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ വരുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ തന്നെ പലവർക്കും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത്തരം മെസ്സേജസിലൂടെ ആയിരിക്കും. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ തന്നെ വരുന്ന പല തമാശകളും പല കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ച് കുറെ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഒരു ദിവസം നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസോ അല്ലെങ്കിൽ കാരണം ഡിലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മാറി നിൽക്കുമ്പോൾ, ഇബാദത്തിലേക്ക് നമ്മൾ കൂടുമ്പോൾ, ദൈവത്തിലേക്ക് കൂടുതലടുക്കുമ്പോൾ, അത് ഏത് നോമ്പ്, ഞാൻ ഈ നോമ്പ് മാത്രമല്ല പറയുന്നത്, നമ്മളിപ്പോൾ ഈ റംസാൻ എന്ന് പറയുന്നത് മാത്രമല്ല, എല്ലാ മതസ്ഥരിലുള്ള നോമ്പുകൾ അല്ലേ. നമ്മൾ മലയ്ക്ക് പോകാൻ വേണ്ടി കറക്റ്റായിട്ട് 40 ദിവസമാണ്. അവിടെയും തിരക്ക് കാണിക്കരുത്. ആ 40 ദിവസം തന്നെ അതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിൽ പോകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ വരുന്ന ഈസ്റ്റർ 50 days ആണ്. നമ്മളൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. എല്ലാ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും ദൈവം ഒരു ടൈം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും, ഇല്ലേ? അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, എത്രത്തോളം നമുക്കതിനത് വിജയിക്കാൻ കഴിയുന്നുള്ളതിലാണ് നമ്മൾ. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടുമ്പോൾ കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലതിനെയും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ, ചീത്ത എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അല്ലാതെ തന്നെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത്തരം സംഭവങ്ങളെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കതിന് വേണ്ട, ഇത് നമുക്ക് ഗുണം ചെയ്യുന്നതല്ല എന്ന് പറയുന്ന അങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ഈ ബിസി ലൈഫിൽ നമുക്ക് ഏത് നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്വയം ചിന്തിക്കാൻ കഴിയുന്ന, നമ്മളെ സ്വയം ഒന്ന് സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയം, അതൊരു ടൈമാണത്. ഈ ടൈമിൽ നമ്മൾ ഇവിടെയും നമ്മൾ ബിസി ആയി കഴിയുമ്പോൾ
പിന്നെ ഒരു തിരിച്ചറിവില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ശരിക്കും 11 മാസത്തെ നമ്മൾ നല്ല പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നതില്ലേ ഇപ്പൊ ഒരു ടൈമിലൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ഇപ്പൊ നോമ്പായി കഴിഞ്ഞാൽ റോഡിലൂടെ വെറുതെ വണ്ടി എടുത്ത് പോവാ, മനസ്സിലായോ? ഫ്രൈകളൊക്കെ ഇങ്ങനെ വെച്ച് നിരത്തിയിട്ട് 5-6 കൂട്ടം, ഇത് എന്തോ പ്രതിഷേധം പോലെ, ആഹാ ഞങ്ങളെ പട്ടിണി കിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യുന്ന അത് തെറ്റാണ്. ഈ പറയുന്ന ഞാനും പലപ്പോഴും കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാണ് അതുമല്ല, അതിലേക്ക് നമ്മൾ അങ്ങനെ ഇതിന്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം നമ്മൾ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഒരു സംഭവത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി നമ്മൾ ഇതിലകത്തേക്ക് ചെല്ലുക എന്ന് പറയുന്നാൽ അത് അതിനേക്കാൾ വലിയ ദോഷമാണ്. നമ്മളൊരു മാസം ശരിക്കും ഭക്ഷണ നിയന്ത്രണം, അതുപോലെ തന്നെ പിന്നെ നമ്മൾ വിഭാഗത്തിൽ മുഴുകുന്ന ഒരു മാസം, അത് പ്രത്യേകം നമുക്കൊരു ഫീല് കിട്ടുന്നില്ലേ? ഒരു സംശയമില്ലല്ലോ അല്ലേ? അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു മാസം പോരാ, അതെല്ലാം കളഞ്ഞു കുടിക്കുന്ന രീതിയിൽ വീണ്ടും നമ്മൾ പഴയ മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഈ മാറ്റം എന്ന് പറയുന്നത് നമുക്കുണ്ടായ സ്വയം മാറ്റം മതി. തീർച്ചയായിട്ടും നമ്മൾ ലോകം മുഴുവൻ നന്നാക്കുന്ന കാര്യമല്ല പറയുന്നത്, നമ്മളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ? ആ മാറ്റം നമ്മൾ മെല്ലെ 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 ഫ്യൂച്ചറിൽ അത് കണക്ട് ചെയ്ത് പോകാൻ നമുക്ക് പറ്റണം. ഈ മാസം എന്നുള്ളത് മാത്രമല്ല, ഈ മാസമാണ് നമ്മുടെയൊക്കെ കണ്ണും മനസ്സും ഒക്കെ തുറപ്പിക്കുന്നത് അതിലേക്ക്. പട്ടിണി മുതലുള്ള കാര്യങ്ങൾ അത് ഈ പട്ടിണി എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കലല്ല, മറ്റുള്ളവരുടെ പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അതിൽ ജാതി മതമൊന്നുമില്ല കേട്ടോ. തീർച്ചയായും നമ്മുടെ കൂടെയുള്ള ഏത് മനുഷ്യന്റെയും വിശപ്പാണല്ലോ ഏറ്റവും നമ്മളെ മുന്നോട്ട് നീക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നതിന് ആഹാരം കഴിക്കണം, ആഹാരം കഴിക്കാതെ മുന്നേ അത് മനുഷ്യരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ മനുഷ്യരുടെ തീർച്ചയായിട്ടും കഷ്ടപ്പാടും വേദന മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പടച്ചവൻ നോമ്പ് തന്നിട്ടുള്ളത് തന്നെ എന്ന് പറയാം. അപ്പൊ നോമ്പ് അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസം എന്താ പരിപാടി? പെരുന്നാള് നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ചിക്കൻ ബിരിയാണി കഴിക്കുക. അതിനിടയ്ക്ക് അങ്ങനെയല്ല, ഫാമിലി എനിക്ക് ബിരിയാണി ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങളെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, തലശ്ശേരി ബിരിയാണി. എന്താണ് അതങ്ങനെയാ? ദം ബിരിയാണി ഒക്കെ ഉണ്ട്. ദം ബിരിയാണി അല്ല, തലശ്ശേരി എനിക്ക് മലബാർ ഏരിയ എല്ലാ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റാണ്. നമ്മളവിടെ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് യാത്ര ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും ഞാൻ ഭക്ഷണം കഴിക്കില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത് ഭക്ഷണത്തിന് ഇത്ര ടേസ്റ്റ് വരാൻ എന്താ കാരണം? ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പുതിയാപ്പിളമാര് വീട്ടിൽ കൂടുന്നുണ്ടാവും. അതായത് വീട് എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ. കാരണം പുതിയാപ്പിളമാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു മുത്താണ്, സത്താണ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സെറ്റപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് കൂടുന്നത് ഞാൻ ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ചെറുപെരുന്നാളിന്റെ ഈ ദിവസത്തില് അപ്പം ഫാമിലി നമുക്ക് ഈ വർഷം, അതായത് ഈ പെരുന്നാളിന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് 2 സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്ന് രഹനാസ് ബ്രൈഡൽ സ്റ്റുഡിയോ, പിന്നെ നമ്മളൊരു പ്രീ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, ഗ്ലോബൽ കിഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ട്രാൻസ്പോർട്ട് റൂട്ടാണ്, ആലുവ തന്നെ, തോട്ടുമുഖം അവിടെയാണ് ഗ്ലോബൽ കിഡ്സ്. കുട്ടികളുടെ കാര്യം ഇന്നത്തെ ദിവസം ചോദിക്കാം. അതായത് നമ്മുടെ തന്നെ റിലേറ്റീവ്സിൽ കുറെ പിള്ളേരുണ്ടല്ലോ, അതിന്റെ കൂടെ കൂടി. അപ്പൊ ഇപ്പൊ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നൊരു സാഹചര്യം. ഒരാൾ വന്നാൽ അടുത്ത ആൾ വേറെ വഴിക്ക് പോകും. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ 3 എണ്ണത്തിന് 3 പേരാണല്ലോ, 3 മക്കളാണ്. മോള് നെഹറിൻ ഇപ്പൊ 8th-ലാണ്, പിന്നെ 2ാമത്തെ ആള് റിഹാൻ 4th സ്റ്റാൻഡേർഡിലാണ്, 3ാമത്തെ ആള് റിലുവാൻ ആള് ഇപ്പൊ UKG-ല് പഠിക്കുന്നത്. 2 പെണ്ണും 2 ആണും 1 പെണ്ണും. അതെ. പെരുന്നാളിന്റെ വിശേഷത്തിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് നമ്മളെ ഫീൽഡിലേക്ക് പോവാണ്. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്തത് അച്ചാൻസ് എന്നുള്ള പടമാണ്. പിന്നെ ഇനി റിലീസ് ചെയ്യാനുള്ള ഒരു ഫിലിം പ്രേതമുണ്ട് സൂക്ഷിക്കുക, അത് ജൂലൈ 14-നാണ് റിലീസ് വെച്ചിരിക്കുന്നത്. അതാണ് ആ 2 പടമാണ് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ളത്. തുടങ്ങാൻ പോകുന്നത് മൈ നെയിം ഇസ് ഷാജി എന്ന് പറഞ്ഞൊരു പടമാണ്. പെരുന്നാളിന്റെ ഓർമ്മകൾ, പഴയകാല പെരുന്നാളിന്റെ ഓർമ്മകൾ. വാപ്പയുടെ വീട് വടക്കാഞ്ചേരിയാണ്, തൃശ്ശൂർ വടക്കാഞ്ചേരി. അവിടെ നമ്മൾ ചില വാപ്പയുടെ എല്ലാ ആളുകളോടും ഉണ്ട്. തറവാട്ടിൽ തന്നെയാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്നതും, ലാസ്റ്റ് തറവാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചതൊക്കെ. പിന്നീട് ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ നേരത്തെ പോന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മയും ജ്യേഷ്ഠനൊക്കെ ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ആലുവയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ അന്നത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പക്ക വില്ലേജ് ആണ് നമ്മുടെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പള്ളിയിൽ പോകുന്നതും അല്ലെങ്കിൽ തറാഫി നമസ്കരിക്കാൻ പോകുന്നതും നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്ക് ആസ്വദിച്ചിട്ടുള്ള ഒരു സമയമാണ്. ഇതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് അന്ന് അത്ര ഇല്ലെങ്കിൽ പോലും അതൊക്കെ നല്ല ഓർമ്മകളാണ്. പെരുന്നാളാകുന്ന ആ സമയത്ത് ഇപ്പോൾ വലിയ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണെങ്കിലും ഉമ്മ ഇവിടെയൊക്കെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കലും അച്ചപ്പവും നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ പൊരിച്ചുണ്ടാക്കുന്ന സംബന്ധം ഉമ്മ നദീറ. പ്രശസ്ത സിനിമാ താരം അബൂബക്കറുടെ മകനാണ് ശരിക്കും നവാസ് ഖാൻ. നവാസ് ഖാന്റെ ജ്യേഷ്ഠനാണ് നിയാസ്.
അപ്പോൾ നിങ്ങൾ എത്ര മക്കളാണ് ശരിക്കും? ഞങ്ങൾ 3 പേര്. പിന്നെ അനുജൻ? എന്റെ അനുജൻ നിസാം ഇപ്പൊ മീഡിയ എഡിറ്ററാണ്. ചാനൽ. വാപ്പ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? വാപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു 20 years ആയിട്ടുണ്ടാവും. വാത്സല്യം, ആധാരം, വളയും, ഭൂമിഗീതം, കുഞ്ഞമാമ. വാത്സല്യത്തിലെ കുഞ്ഞമാമ. നമ്മളൊന്നും കാണാത്ത പടങ്ങളുണ്ട്. അതായത് രാജൻ പറഞ്ഞ കഥ, അസ്തമിക്കാത്ത പകലുകൾ, അഗ്നി, സൃഷ്ടി, ദ്വീപ് എന്നുള്ള പടത്തിൽ രാമകാര്യാട്ട് സാറിന്റെ പടത്തിലൊക്കെ സെൻട്രൽ ക്യാരക്ടറാണ് വാപ്പ. ആണല്ലേ? 2 പെൺമക്കളുടെ വാപ്പയായിട്ടൊക്കെ അഭിനയിച്ച ഇതാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ ആ ഒരു റീ എൻട്രി ആണ് ഈ ശരിക്ക് കേളി നമ്മുടെ ഭരതൻ സാറിന്റെ പടത്തിൽ വന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് രോഹിത് സാറ് എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങൾ, വാപ്പയെ കണ്ട് എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആധാരം, പിന്നെ അതുപോലെ തന്നെ വളയം, സല്ലാപം, വാത്സല്യം. ഇതൊക്കെ വാപ്പയെ കണ്ട് എഴുതിയ ക്യാരക്ടേഴ്സാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിൽ കുഞ്ഞമ്മാമ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ്, സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന മിമിക്രിക്കാരുടെ ഇടയ്ക്ക് തന്നെ ഒരു താരം തന്നെയാണ്. ഞാൻ അനുകരിച്ചിരുന്ന, നിങ്ങൾ അനുകരിച്ചിട്ടുണ്ട്. മിമിക്രിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരുമ്പം അത് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുമോ? ചുമയാണ് ഒരു ആളുടെ പ്രധാന ഒരു പ്ലസ് സാധനം. വീട് വഴി നിർത്തി, സിഗരറ്റാണ്, ഇത്ര കുഴപ്പമില്ല. പാടോ വെള്ളോ എവിടെ? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട്, മാസ്റ്റർ പീസ് ഒരു പാട്ട്. ചെറിയ പെരുന്നാള് എന്ന് പറയുമ്പോ നമുക്ക് എന്തായാലും നമ്മളുടെ ഒരു ജീവിതം അല്ലെ, അതെ, നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ ഒന്നിലേക്കായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എന്ത് തിരക്കിൽ നമ്മൾ ഓടിയാലും ദൈവത്തെ മറന്നുകൊണ്ടുള്ളൊരു കളി കളിക്കാതിരിക്കുക. കറക്റ്റ് അല്ലേ? ഉറപ്പ്. അപ്പൊ ആ ദൈവത്തെ സൂചിച്ചുകൊണ്ട് തന്നെ ഒരു പാട്ട് ആയിക്കോട്ടെ, ഓർമ്മപ്പെടുന്നൊരു ഗാനം. തീർച്ചയായും. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ, എല്ലാരും യതീമുകൾ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും യതീം. ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കുടിൽ, ഇന്നത്തെ മർദ്ദിതൻ നാളത്തെ സുൽത്താൻ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ. നന്നായിരുന്നു. അത് നമ്മളിപ്പം സിനിമയെ കാണുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു സ്റ്റേജ് പ്രോഗ്രാംസിൽ അത് കണ്ട് മറയുന്നു. പക്ഷെ നിങ്ങളുമായിട്ട് ജനങ്ങളെ അങ്ങനെ അടുക്കുന്നില്ലല്ലോ. അപ്പൊ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്താണ് എന്ന് തുറന്നു കാണിക്കുക, അത് പറഞ്ഞ ശരിയാണ്. അപ്പൊ അതിനുള്ളൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു മാസ്റ്റർ പീസ്. നമ്മുടെ മിമിക്രിക്കാർ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള മിമിക്രിക്കാരുടെ ഒരു അഭിമാനം, അല്ലെങ്കിൽ അവർ ഗുരുതുല്യം സ്നേഹിക്കുന്ന 2 വ്യക്തികളാണ് സിദ്ദിഖ് ലാൽ. ഓക്കെ, അപ്പോൾ അതിൽ സിദ്ദിഖയുടെ ശബ്ദം ഞാൻ വെറൈറ്റി ആയിരിക്കും. അപ്പോൾ സിദ്ദിഖ ഒരു കാഷ്വൽ ടോക്കാണ് പുള്ളിയുടെ. 1980 കാലഘട്ടത്തിലാണ് ഞാനും ലാലും എല്ലാം കലാഭവനിൽ വരുന്നത്. അന്ന് ഞങ്ങൾക്കറിയില്ല ഇത് ഇത്രയും ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന അറിയില്ല. പക്ഷെ വളരെ വേഗത്തിലാണ് ആളുകൾക്ക് ഇത് റീച്ച് ചെയ്തത്. അന്ന് ഞാനും എല്ലാവരും കൂടി ചെയ്തൊരു ഐറ്റം ഉണ്ട്, ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? നല്ല ബെസ്റ്റ് ഐറ്റമാണ് അത്. ഒരു റോബോട്ടിൻ്റെ ഐറ്റമാണ്. അന്നത്തെ ഒരു കൂട്ടായ്മ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം നിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു പാട്ട് പാടാം. ഞാനെൻ്റെ ലാലും ആ 4-5 പേരും കൊമ്മടിക്കായി റൂപൊന്നുണ്ടാക്കി. കൊച്ചിയിലാണ് ആ കൊച്ചു കലാഭവൻ. ആ കൊച്ചു ട്രൂപ്പുമായി ഞങ്ങൾ ലോകം കറങ്ങി. ഞങ്ങളെ നോക്കി ഏറെ മിമിക്രിക്കാരെത്തി. ആ കോമഡിയെന്ന വേൾഡിലെ
നമ്പർ 1 ആയി. താങ്ക് യു. ചിരിച്ചു പോയത് വേറൊന്നുമല്ല. അപ്പൊ സ്റ്റേജിൽ രാഷ്ട്രീയ പ്രവർത്തകരായാലും മറ്റ് വ്യക്തിത്വം ഉള്ള ആൾക്കാരായി കഴിഞ്ഞാലും അവർ അനുകരിക്കുന്നത്, അവരെ മുന്നിൽ അനുകരിക്കുന്ന പ്രസൻസിൽ അനുകരിക്കുമ്പോൾ അവര് കൈമുട്ടി ചിരിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ പണ്ടത്തെ മിമിക്രിക്കാരെ മമ്മൂക്കാനെ അവതരിപ്പിക്കുക, എന്താ ആ സാധനമായിട്ടില്ലേ, കൈ കുത്തി, മമ്മൂക്ക ചിരിച്ച് കൈകൊട്ടി ചിരിച്ച് അല്ലെങ്കിൽ സന്തോഷം, അത് എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭവം എക്സാഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ കുറച്ചും കൂടി സ്റ്റേജിൽ അത് പവർഫുൾ ആവുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ വളരെ നോർമലായിട്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഈ വ്യക്തി ഇഷ്ടപ്പെടണം, നമുക്ക് കംഫർട്ടബിൾ ആക്കിയ രീതിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ചിരിക്കാത്തൊരു വ്യക്തിയെ നമ്മൾ മനസ്സിനുള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പോലും ചിരിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം പോലും ഇതുപോലെ തന്നെ മിമിക്രി പ്രോഗ്രാമുകളായി കഴിഞ്ഞാൽ അതുപോലെ ഈ കലാപരമായി ചിരിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹം പാഴാക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ പിന്നെ പറയാനുള്ളത് സത്യം. അപ്പൊ നമുക്കൊരു കാര്യം, ചെറിയ പെരുന്നാളിന്റെ നല്ല തിരക്കിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ബന്ധു വീട്ടിലേക്ക് പോകണം, അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനത് കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്നില്ല, സമയം എടുക്കുന്നില്ല. ഈ പറഞ്ഞ 1-2 ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് ആളുകൾക്ക് എപ്പോഴും കുറച്ച് എത്തിക്കണമല്ലോ. തീർച്ചയായും. അപ്പൊ അതിന്റെ ആയിട്ട് വൈഫ് ബോട്ടിക്കിലുണ്ട് ആണല്ലേ. ആലുവ പ്രൈവറ്റ് റോഡ് ചൂണ്ടിയിൽ ബോട്ടിക്ക്, രഹനാസ് ബോട്ടിക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം വിശേഷങ്ങൾ, അവിടെ എന്തൊക്കെയാണ്, ബോട്ടിക്ക് എങ്ങനെയാണ്, നമുക്ക് തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആണോ, റേറ്റ് ഒക്കെ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നമസ്കാരം. പെരുന്നാളാണ്. പെരുന്നാൾ ദിവസം ഇത്താൻ നോക്കിയിട്ട് അവിടുന്ന് കണ്ടില്ല, വീട്ടിൽ കണ്ടില്ല. അപ്പോ ഞങ്ങൾ കുറെ സമയമായിട്ട് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതെ, ഞങ്ങൾ വീട്ടിൽ കുറെ സമയമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ എപ്പോഴും ഉണ്ടാവും. കാരണം പെട്ടെന്ന് സ്റ്റാഫ് എന്തെങ്കിലും അർജന്റായിട്ട് വന്നാൽ കോൾ ചെയ്താൽ ഞാനപ്പോ വരും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ബ്രൈഡൽ സ്റ്റുഡിയോ, ബോട്ടിക് ആൻഡ് ബോട്ടിക്ക്. അപ്പൊ സ്റ്റുഡിയോ വേറെയാണോ ബോട്ടിക്ക് വേറെയാണോ എന്താണെന്ന് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ സെപ്പറേറ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണണം. ഒരുപാട് വിശാലമായ ഏരിയ ഉണ്ട് ഇവിടെ. ഇന്നത്തെ പെരുന്നാളിന്റെ ദിവസം തന്നെ ഇവിടെ എത്തിപ്പെടാനും നിങ്ങളൊക്കെ കാണാനും ഭാഗ്യം കിട്ടിയിട്ട് സന്തോഷം തന്നെ. ഓക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ പെരുന്നാള്? പെരുന്നാള് ഭയങ്കര ആസ്പിഷ്യലായി പോയെന്ന്. കാരണം വെച്ചാൽ ബിസി ആയതുകൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ്. അപ്പൊ സാധാരണ പെരുന്നാളിന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും, അങ്ങനെയാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ആള് വരും, അപ്പൊ ഇങ്ങോട്ട് കോൾ ചെയ്യും, ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യും, പോവും. ടോട്ടൽ ബിസിയായി. മക്കളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവര് ഹാപ്പിയാണ്. അത് ഞാൻ നേരത്തെ തന്നെ അവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യും. നമസ്കാരം എല്ലാം സ്റ്റിച്ച് ചെയ്യാറുണ്ട് നേരത്തെ തന്നെ. ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരുന്നു. കാരണം ഈ വിവാഹം കഴിഞ്ഞിട്ട് ഈ പ്രൊഫഷണൽ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു പിള്ളേരൊക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യാം. പിള്ളേരിപ്പോ നേരത്തെ പറഞ്ഞല്ലോ 3 മക്കളുടെ. അപ്പോ അങ്ങനെ നമ്മള് പ്ലാൻ ചെയ്ത് വന്നൊരു പദ്ധതിയാണിത്. ശരിക്കും എന്താണ് ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് ബോട്ടിക് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് ചുമ്മാ ബോറടിച്ച സമയത്ത് എനിക്ക് സ്റ്റിച്ചിങ്ങിൽ ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ. അപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലും അവർ നന്നായി ചെയ്യൂ, അങ്ങനെ ഒരു ഭയങ്കര ഒരു ടെൻഷൻ എപ്പോഴും എനിക്ക് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ വിളിച്ചു അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഠിക്കാൻ പോയി, ഡിപ്ലോമ എടുത്തു, ഫാഷൻ ഡിസൈൻ ഡിപ്ലോമ എടുത്തു. അപ്പോൾ അത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. കാരണം വെച്ചാൽ അത് ഇന്ന കാര്യം കൊണ്ടാണ് ഇന്നത് സംഭവിക്കുക, അങ്ങനെയൊക്കെ മനസ്സിലായപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഹൈ മാർക്സും ഉണ്ടായിരുന്നു, 96% എബോവ് മാർക്സും ഉണ്ടായിരുന്നു. എക്സാം എല്ലാം ഉണ്ട്, ഒരു 5 എക്സാംസ് ഉണ്ടായിരുന്നു. അതെല്ലാം 2 സെമ്മായിട്ടാണ്. അതെല്ലാം നന്നായി തന്നെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് നമസ്കാരം കുട്ടികളെല്ലാം സ്റ്റിച്ച് ചെയ്യും. വലിയ ഭാഗ്യമാണ്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാ ഭർത്താക്കന്മാരും
അത് നമ്മുടെ പ്രൊഫഷൻ കൂടി ഇതായതുകൊണ്ട് ഞാൻ ഭയങ്കര ഇപ്പൊ സ്റ്റേജ് ഷോ ഒക്കെ നമ്മൾ ഒരുപാട് പോകുന്നതാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും വേണ്ട. അപ്പൊ ഞാൻ എനിക്കും കൂടി ഉപകാരമില്ലാത്ത രീതിയിൽ നമ്മൾ നിൽക്കില്ലല്ലോ. ശരിക്കും ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കടമെടുത്തോട്ടെ. ഈ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരിക, അതൊക്കെ ഒരു ഭർത്താക്കന്മാർ വീട്ടിലെ ഒരു ആണുങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പരിചയമില്ലാത്തൊരു അതുവരെ കഴിക്കാത്തൊരു ഫുഡാണെങ്കിൽ പോലും അതിന്റെ എന്താന്നുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വൈഫ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയാലും ഒരു സംശയമില്ല. ഭക്ഷണ ഞാൻ ബിരിയാണിയുടെ ആളാണ്. പെരുന്നാളിന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നെന്താ ബിരിയാണി? ഫിഷ് ബിരിയാണി. ഫിഷ് ബിരിയാണി അല്ലേ? ഓക്കെ, എന്താ എനിക്കും കഴിക്കാലോ. അപ്പൊ നമ്മള് വീണ്ടും ബോട്ടിക്കിലേക്കും സ്റ്റുഡിയോയിലേക്കും വരിക. അപ്പം സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെയൊക്കെ മണപാട്ടമാക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ തന്നെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ നമ്മള് റയറായിട്ട് അല്ലെങ്കിൽ പലർക്കും കിട്ടാത്ത നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ഇതിന്റെ ഒരു ഉദ്ദേശ ശുദ്ധി എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. മഞ്ചന്മാർക്കില്ല. മഞ്ചന്മാര് പുറത്ത് നിൽക്കണം കയറുന്നത്. രണ്ട്, എപ്പോഴും പ്രൈവസി ലേഡീസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് ടൗണിൽ നിന്ന് തന്നെ കുറച്ചിങ്ങോട്ട് മാറി ഇപ്പോൾ ചൂണ്ടി ജംഗ്ഷൻ തന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് കയറി സ്നേഹാലം റോഡ് പോക്കറ്റ് റോഡ് കയറി വന്നതിനും ഇവിടെ പാർക്കിങ്ങിനാണ് അവർക്ക് വന്നു പോകാനൊക്കെ ഉള്ള സൗകര്യം. അത് ബ്രൈഡൽ എന്ന് പറഞ്ഞ മണവാട്ടികൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ഇവിടെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിങ്ങും ഉണ്ട്. ബാക്കിയെല്ലാം പറയും എന്തൊക്കെയാണ് ഇവിടെ സ്റ്റിച്ചിങ്? അത് കേൾക്കട്ടെ. ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേക്കപ്പ് പഠിക്കാൻ പോയി. അപ്പൊ അതും നന്നായി മൂവ് ചെയ്തു. അപ്പൊ ഞാൻ എന്നാൽ പിന്നെ ഇതിങ്ങനെ അങ്ങ് കണക്ട് ചെയ്തിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ പാർലറും അതിൻ്റെ ഇടയിൽ കയറും. കാരണം വെച്ചാൽ ബ്രൈഡൽസിന് മേക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും സ്കിന്നിൽ. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് മാത്രം നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ചില സ്കിന്നിന് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊരു പാക്കേജായിട്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് പാർലറും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 3 സെക്ഷനായിട്ടാണ് ഇത്. മേക്കപ്പ്, പാർലർ എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പൊ മണവാട്ടികൾ മാത്രമല്ല എല്ലാവർക്കും ചുരിദാർ പോലുള്ള സാധാരണ ഡ്രസ് പോലും നമ്മൾ ചെയ്തു കൊടുക്കും. ഗേൾസ് ആയിട്ടുള്ള വരുന്ന സംഭവം. അപ്പൊ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. ഹെനീത്ത ഒരു നടിയാണ്, ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് 10-12 ചിത്രം ചെയ്തിട്ടുള്ള ഒരു നടി തന്നെയാണ്. സ്ത്രീകള് കല്യാണത്തിന് ശേഷം ഒതുങ്ങിക്കൂടി കിച്ചണിലേക്ക് മാറുക എന്നുള്ള സംഭവത്തിൽ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് പറ്റുന്ന നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം അതെല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എപ്പോഴും എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് മാറരുത്. ശരി, തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ ഒരു പ്രചോദനമാകണം. അല്ല, അത് അങ്ങനെയുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങളെ ഭാഗത്തുനിന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവരെ ഒരു അടുക്കള സ്ത്രീയാക്കി മാറ്റിയില്ലല്ലോ. സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മള് ആ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥാപനത്തിൽ നമ്മൾ മാത്രമല്ല വരുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകളും വരും അല്ലേ. അപ്പൊ മറ്റു പല കുടുംബങ്ങളോട് ഇതായിട്ട് കണക്ട് ചെയ്ത് പോവാണ്. നമുക്ക് ചെയ്യാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അത് ഏത് രീതിയിലാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഇല്ലേലും സ്റ്റാഫ് വിളിച്ചിട്ട് പറയും ഇന്ന ഡിസൈൻസ് ആണ് തന്നേക്കുന്നത്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ സജഷൻ ചിലപ്പോൾ അത് ചെയ്ത് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് പോകുന്നത്. അവർ പറയുന്ന ഒരു ഡിസൈൻ അങ്ങനെ മാത്രമല്ല, ഞാനും കൂടി ഉൾപ്പെടുത്തി ഞാൻ മാറി നിൽക്കുന്നില്ല. ഒരു സ്റ്റാറാണ് അങ്ങനെ മാറി നിൽക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെട്ടിട്ട് തന്നെ പോകണം. ഇതിപ്പോൾ കുട്ടികളുടെ കിഡ്സിൻ്റെ ഡിസൈൻ ചെയ്യും, ഡ്രസ്സുകളാണെങ്കിലും ഡ്രസ് കോഡ് ചെയ്യും. കല്യാണത്തിനൊക്കെ ഇപ്പോൾ എല്ലാവരും ഡ്രസ് കോഡുകളാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചേഞ്ച് ചെയ്ത് അങ്ങനെ വർക്കുകൾ ചെയ്യും. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, ബ്യൂട്ടി മേക്കപ്പ് ഉണ്ട്, പാർലർ ഉണ്ട്. അത് എല്ലാവരെയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. എന്നുവെച്ചാൽ ഭയങ്കര ഒരു VIP ഏരിയ അങ്ങനെയൊന്നുമല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവർക്കും എല്ലാവരും വേണം അങ്ങനെ വിചാരിച്ചിട്ട് പ്രൈസ് ആണെങ്കിലും റീസണബിൾ ആയിട്ട് സ്റ്റിച്ചിങ് ചാർജ് ആണെങ്കിലും എല്ലാം. മറ്റേ കുറച്ചുകൂടി ഇവിടെ എല്ലാവരും പറയും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പറ്റും. ശരിക്കും എറണാകുളത്ത് വരികയാണെങ്കിൽ ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ
ആലുവ പെരുമ്പാറ പ്രൈവറ്റ് റോഡ്, ചൂണ്ടി ചൂണ്ടി, ചൂണ്ടി സ്നേഹാലയം ലയം റോഡ് സ്നേഹാലയം റോഡ്. ഓക്കെ, എന്തായാലും വർക്കുകൾ കിട്ടട്ടെ, വിജയിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ഗസ്റ്റായിട്ട് നമുക്ക് തീർച്ചയായിട്ടും രഹിനത്തെയും അതുപോലെ തന്നെ നവാസ് ഖാനെയും കിട്ടിയതിൽ വളരെ സന്തോഷം. നമ്മളെ ഈ എൻ്റെ പെരുന്നാൾ എന്ന ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തന്ന രണ്ടുപേർക്കും മക്കൾ കണ്ടില്ല കേട്ടാ, മക്കൾ മാത്രമാണ്. മക്കളിങ്ങനെ പെരുന്നാളുമായിട്ട് കുടുംബ വീട്ടിലും അതുപോലെ തന്നെ ആൽവക്ക വീട്ടിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം മക്കളുമായിട്ട് നമുക്കൊന്ന് കൂടണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. നാളെ ഇതുവരെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും തുടർന്നുണ്ടാവുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.